എക്കണോമിക്സിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? അതായത് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് ഫാക്ടേഴ്സ് വേണം, അല്ലെങ്കിൽ ഇൻപുട്സ് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻപുട്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓർ റിസോഴ്സസ് യൂസ്ഡ് ബൈ എ ഫേം ടു പ്രൊഡ്യൂസ് എ ഗുഡ് ഓർ എ സർവീസ്. അതായത് ഒരു കമ്പനി എന്താ പറയുക, ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ വിൽക്കുന്നതിൻ്റെ പരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ചെയ്യുന്നതായിട്ടോ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് വേണം. അതായത് ഇപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സർവീസാണ്. അപ്പോൾ ഈ സർവീസിന് ആവശ്യമായിട്ട് നമുക്ക് എന്താണ്, ഒരുപാട് ടീച്ചേഴ്സിന് വേണം. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആരാണ്? തൊഴിലാളികളാണ്, ലേബേഴ്സാണ്, റൈറ്റ്. അപ്പോൾ ലേബറാണ് ഇവിടുത്തെ എന്ത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അതായത് കൃത്യമായ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇത്തരത്തിലുള്ള ഇൻപുട്സ് വേണം, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ഇനി ഒരു ഗുഡ്സ് ഏതെങ്കിലും ഒരു ഗുഡ്സ് ഏതെങ്കിലും ഒരു സാധനങ്ങളൊക്കെ നമുക്ക് വിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫാക്ടറി വേണം, അതിൻ്റെതായ ടൂൾസ് വേണം, ഈ പറയുന്ന എല്ലാ റോ മെറ്റീരിയൽസ് വേണം. അപ്പോൾ ഇതൊക്കെയാണ് അതിനെ കൊടുക്കുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻപുട്സിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സോ വാട്ട് യു മീൻ ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ദീസ് ആർ ദ ഇൻപുട്സ് യൂസ്ഡ് ബൈ എ ഫേം ടു പ്രൊഡ്യൂസ് എ ഗുഡ് ഓർ സർവീസ്. ഒരു കമ്പനി യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു റിസോഴ്സസ് ടു പ്രൊഡ്യൂസ് എ ഗുഡ് ഓർ സർവീസ്, അതിനാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. നമ്മൾ എക്കണോമിക്സിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും പഠിച്ചൊരു സംഭവങ്ങളാണ്. ഇറ്റ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഇതാണ് എന്ത്, നമ്മുടെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതാരും മറക്കാതിരിക്കുക, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഇനി ഇത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. എന്താണ് ലാൻഡ്? അപ്പോൾ ഈ ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഭൂമി, റൈറ്റ്, അല്ലെങ്കിൽ ഒരു പ്ലേസ്, റൈറ്റ്. അപ്പോൾ ലാൻഡിൽ എന്തൊക്കെയുണ്ട്? ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എവറി മിനറൽസ്, ഈ ലാൻഡിൽ കിട്ടുന്ന എല്ലാ മിനറൽസും, അതുപോലെ തന്നെ വെള്ളം, വാട്ടർ ആൻഡ് അതർ നാച്ചുറൽ റിസോഴ്സ്, ഇതൊക്കെ എന്താണ്, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ്. ഓക്കെ, ലാൻഡ് ഇസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ നാച്ചുറലി അവൈലബിൾ. അതായത് നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് എന്ത്, ലാൻഡ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ എഫേർട്സ് മസ്റ്റ് ബി അപ്ലൈ ടു മേക്ക് ലാൻഡ് പ്രൊഡക്റ്റീവ്. അപ്പോൾ ഒരു ലാൻഡിനെ എപ്പോഴാണ് പ്രൊഡക്റ്റീവ് ആക്കുന്നത്? അല്ലെങ്കിൽ ആ ലാൻഡിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ, എല്ലാം നമുക്ക് ലാൻഡിലുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് നാച്ചുറലി അവൈലബിൾ ആണ്. പക്ഷേ അതിന് മനുഷ്യൻ്റെ ഒരു എഫേർട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുന്നിട്ടുള്ളൂ, ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് ഹ്യൂമൻ എഫേർട്സ് മെയ്ഡ് വാട്ട് ലാൻഡ് പ്രൊഡക്റ്റീവ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് മറക്കാതിരിക്കുക. അപ്പോൾ ലാൻഡിൽ എന്തൊക്കെ വരുന്നുണ്ട്? മിനറൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളം വരുന്നുണ്ട്, നാച്ചുറൽ റിസോഴ്സസ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്, വായു വരുന്നുണ്ട്, എയർ, സൺഷൈൻ, വെജിറ്റേഷൻ എക്സെട്ര ആർ കൺസിഡർഡ് എസ് എ പാർട്ട് ഓഫ് ലാൻഡ്. ഇതൊക്കെ എന്താണ്, ലാൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ എയർ ഉണ്ട്, എയറിൽ നിന്ന് സൺഷൈൻ, പിന്നെ താഴെ വെജിറ്റേഷൻ, താഴെ പിന്നെ എന്തൊക്കെയുണ്ട്, മിനറൽ, വാട്ടർ, ഇതൊക്കെ എന്താണ്, ലാൻഡിൻ്റെ ഭാഗമാണ്. ഇനി രണ്ടാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ് എന്ത്, ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലേബർ? ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എഫേർട്സ് പ്രൊവൈഡഡ് ബൈ പീപ്പിൾ ആർ കോൾഡ് ലേബർ. അതായത് ലേബർ എന്ന് പറയുന്നത് വെറുതെ തൊഴിലാളികൾ എന്ന് പറയുന്നത് വെറുതെ ഒരു കൂട്ടം ആളുകൾ എന്നല്ല. അതായത് ഫിസിക്കലായിട്ടും എല്ലായിടത്തും ഫിസിക്കൽ ആവശ്യമില്ല, ചിലയിടത്ത് ഫിസിക്കൽ അല്ലെങ്കിൽ ചിലയിടത്ത് ഒരു മെൻ്റൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ, ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്താ പറയുക, എഫോർട്ട് ഇടാൻ തയ്യാറായ ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തൊഴിലാളികൾ, ലേബർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എഫോർട്സ് പ്രൊവൈഡഡ് ബൈ പീപ്പിൾ ആർ കോൾഡ് ലേബർ. ഓക്കെ, ഇനി ലേബർ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ അവരുടെ സൈസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ദ സൈസ് ഓഫ് ദ ലേബർ ഫോഴ്സ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഹു വിഷ് ടു വർക്ക് ഫോർ ദ മണി. അതായത് ഒന്നുമില്ല മക്കളെ, സിമ്പിൾ. അതായത് ഒരു സൈസ് ഓഫ് ദ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളൊരു പോപ്പുലേഷൻ എടുക്കാം. ആ പോപ്പുലേഷൻ്റെ എല്ലാവരും ലേബർ ആവുമോ? ഇല്ല, എല്ലാവരും ലേബർ ആവില്ല. എല്ലാവരും ലേബർ ആകുമ്പോൾ നമുക്ക് അതിന് ലേബർ എന്ന് നമ്മൾ വിളിക്കില്ല. വി കോൾ ദം പീപ്പിൾ. എവറി പീപ്പിൾ ഇസ് നോട്ട് ലേബർ. എല്ലാ ആൾക്കാരും ലേബർ അല്ല. അതായത് ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫിസിക്കലും മെൻ്റലും എഫോർട്ട് കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലേബർ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലേബർ ഫോഴ്സിൻ്റെ സൈസ് നമ്മൾ കണക്കാക്കുന്നത്? ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ എടുക്കും ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഹു വിഷ് ടു വർക്ക് ഫോർ മണി. ഓക്കെ, ഹു വിഷ് ടു വർക്ക് ഫോർ ദ മണി, അതാണെന്ത്, ലേബർ ഫോഴ്സ്. ഓക്കെ, ലേബർ ഫോഴ്സ് ആൻഡ് ലേബർ. ഓക്കെ, ഇനി അടുത്ത് എന്താണ് ക്യാപിറ്റൽ? അതായത് ഞാൻ പറഞ്ഞു, ഒരു ഔട്ട്പുട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വേണം. ഒരു ഫാക്ടറി വേണം, അതിൽ ടൂൾസ് വേണം, അതിൽ മെഷീൻസ് വേണം. ഇതൊക്കെ മേടിക്കാൻ നമുക്ക് എന്ത് വേണം? പൈസ വേണം. അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ മാൻമെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ടു മേക്ക് അതർ പ്രൊഡക്റ്റ്. അതായത് മറ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാൻമെയ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വേണം. അതിനാണ്
നമ്മൾ എന്ത് പറയുന്നത്, ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടറീസ് ഉണ്ട്, അതുപോലെ തന്നെ മെഷീൻസ് ഉണ്ട്. അല്ല, ഒരു ഫാക്ടറി എടുക്കുന്നു, ഫാക്ടറിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും, മെഷീൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫാക്ടറി ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിങ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ടൂൾസ് ഉണ്ടാവും. ഇതൊക്കെ ഒരു ക്യാപിറ്റലിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ്. ഏതൊരു സംഭവം നടക്കുകയാണെങ്കിലും, ഏതൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫാക്ടറി വേണം, അല്ലെങ്കിൽ മെഷീൻ വേണം, അല്ലെങ്കിൽ ബിൽഡിംഗ് വേണം. ഇതൊക്കെ ഭയങ്കര ഒരു ക്യാപിറ്റൽ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് മണി യൂസ് ടു ബൈ ദീസ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് നോണസ് ഇതൊക്കെ മേടിക്കാനുള്ള ഒരു പൈസയിലാണ് നമ്മളെന്ന് പറയുന്നത് ക്യാപിറ്റൽ. ഇൻവെസ്റ്റിംഗ് ക്യാപിറ്റൽ ഒരു സംഭവം തുടങ്ങും, നമ്മൾ ഇത്ര ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ വെക്കണം, അല്ലാണ്ട് നമുക്ക് വെറുതെ ഒരു കാര്യം തുടങ്ങാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഓൺട്രപ്രണർഷിപ്പ്. ഓൺട്രപ്രണർഷിപ്പ് എന്താണ്, ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലേബറാണ്. പക്ഷേ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവർ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരെയാണ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ ഡിസിഷൻ മേക്കേഴ്സ് ഹു കോർഡിനേറ്റ് ദ യൂസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ടു പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട്. അതായത് അവരുടെ കയ്യിൽ എന്തുണ്ട്, തൊഴിലാളികളുണ്ട്, അവരുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അതായത് ഈ മെഷീൻസൊക്കെ മേടിച്ച് അവരുടെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളെയാണ് നമ്മൾ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഹു കോർഡിനേറ്റ് ദ യൂസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവരുടെ ദ ഫംഗ്ഷൻ ഓഫ്, അതായത് ഒരു കാര്യം ചിട്ടയായിട്ട് ഓർഗനൈസ് ചെയ്ത് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തതാണ് ദ ഫംഗ്ഷൻസ് ഓഫ് ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് മാനേജിങ്. ഓക്കെ, ഓർഗനൈസ് ചെയ്ത് അതിനെ ഡയറക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ അത് കൃത്യമായി മാനേജ് ചെയ്യാം. ദ മാനേജ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പെർഫോം. ഇതൊക്കെ ആരാണ് പെർഫോം ചെയ്യുന്നത്, ഓൺട്രപ്രണറാണ്. അപ്പോൾ ഒരു ഓൺട്രപ്രണറുടെ ഡ്യൂട്ടി എന്താണ്, അവരുടെ ഈ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇത് തമ്മിലുള്ള കോർഡിനേഷൻ നടത്തുക. അപ്പോൾ അതിനെ ഓർഗനൈസ് ചെയ്യുക, അതിനെ ഡയറക്റ്റ് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക. ദീസ് ആർ ദ ഫാക്ടേഴ്സ്. ഇത് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അതിൻ്റെ എന്താ പറയുക യൂസസും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ്, രണ്ടിൻ്റെയും ബന്ധങ്ങൾ കാണിക്കുന്നതിനാണ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷനൊക്കെ പഠിച്ച പോലെ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് കാര്യത്തിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കാനാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ആരോ മാർക്കിട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട്സ് ഓഫ് ദ വേരിയസ് ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു ഇൻപുട്ടുകളില്ലേ, അതിൻ്റെ ആ ഒരു കണക്ക് അല്ലേ, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള എങ്ങനെ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നതാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബന്ധം കാണിക്കുന്നതിനാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ദെയർ ഫ്രം ഫോർ എ ഗിവൺ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. ഒരു ഗിവൺ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എത്ര ഔട്ട്പുട്ട് ഇത്ര ഇൻപുട്ട് കൊടുത്തപ്പോൾ ഉണ്ടായി എന്നതിൻ്റെ ബന്ധം കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2 മാർക്കിന് നമ്മളോട് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ആ ഒരു ഡെഫിനേഷൻ എഴുതണം. അതുപോലെ തന്നെ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ ഇതാണ്, Q is equal to F of x1 x2 x3 x4 അങ്ങനെ പോയി xn വരെ. അതായത് Q എന്ന് പറയുന്നത് അതിൽ Q എന്താണ് എഴുതണം. Q എന്ന് പറയുന്നത് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്. x1 to xn എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു ഇൻപുട്ടിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് എന്താണ്, നമ്മുടെ ഒരു രീതിയിൽ ഡെഫിനിഷൻ എഴുതുക എന്ന് വെച്ചാൽ ഇറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ആൻഡ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ഫ്രം എ ഗിവൺ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി എന്ന് നമ്മുടെ രീതിയിൽ നമുക്ക് എഴുതാം. പക്ഷേ ടെക്സ്റ്റിലുള്ള രീതിയിൽ ആണ് ചില ടീച്ചേഴ്സിന് വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ടെക്സ്റ്റിലുള്ള അതേപോലെ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ വാട്ട് ഈസ് പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് 2 മാർക്കിന് എക്സാമിന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് ഡെഫിനിഷൻ എഴുതുക, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ അമൗണ്ട്സ് ഓഫ് ദ വേരിയസ് ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് and the quantity of output produced therefrom for a given state of technology. ഓക്കെ, ആൻഡ് അതിനുശേഷം വേറൊരു പോയിന്റും കൂടി വേണമെങ്കിൽ എഴുതാം. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് ആർ ദ ഡിഫറെൻറ്റ് ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ആ ഇൻപുട്ട് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യൂ. ലെറ്റ് ദ ടീച്ചർ നോ ദാറ്റ് വി നോ വാട്ട് ആർ ദ ഇൻപുട്സ് എന്ന രീതിയിൽ ഇൻപുട്ടുകൾ ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇൻപുട്സ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് പ്രൊഡക്ഷൻ പ്രോസസ് എഴുതിയിട്ടുണ്ട്. കാരണം ശരിക്കും ഇത് ഇങ്ങനെയാണ്, ഇത് ഡിഫറെൻറ്റ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ആർ ഡിഫറെൻറ്റ് ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ആ ഒരു പോയിന്റും കൂടി എഴുതുക. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് അത് ഞാനിവിടെ എഴുതാത്തത്. ഓക്കെ, thus technological relationship between the inputs that a firm uses and the output that it produces. അപ്പോൾ വേറൊരു ഡെഫിനേഷനും കൂടി പറയുന്നുണ്ട്. ദാസ് എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നോളജിക്കൽ റിലേഷൻ കാണിക്കുന്നതാണ്. എന്ത് തമ്മിൽ, ബിറ്റ്വീൻ ദ ഇൻപുട്സ് ദാറ്റ് എ ഫേം യൂസസ് ആൻഡ് ദ ഔട്ട്പുട്ട് ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസ്. അതായത് ഒരു ഫേം യൂസ് ചെയ്യുന്ന ഇൻപുട്ടും അതുപോലെ തന്നെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവർ തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്നതാണ് എന്താ പറയുക പ്രൊഡക്ഷൻ പ്രോസസ്. അപ്പോൾ കോൺസെപ്റ്റ് നമ്മുടെ തലയിൽ കയറിയാൽ നമുക്കിപ്പോൾ പല രീതിയിലും ഡെഫിനേഷൻ എഴുതിയാൽ മതി. ഓക്കെ, ആ ടെക്സ്റ്റിലുള്ള പോലെ തന്നെ എഴുതണമെന്നില്ല, പക്ഷേ കോൺസെപ്റ്റ് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന്
അത് നല്ലോണം തറവായിരിക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് 3 ഡെഫിനിഷൻ കിട്ടി. ടെക്നോളജിക്കൽ റിലേഷൻ ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ amount ഓഫ് ദ വേരിയസ് ഇൻപുട്ട്, അത് ആ ഒരു റിലേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. അങ്ങനെ 3 ഡെഫിനിഷൻ കിട്ടി. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ആ 3 ഇതേപോലെ എഴുതി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് 3 ആക്ച്വലി സെയിം ആണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് 1 എഴുതിയിട്ട് ആ ഒരു ഇക്വേഷൻ എഴുതിയാലും 2 മാർക്സ് കിട്ടുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ എന്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോർ എ സിംഗിൾ പ്രൊഡക്റ്റ്. അതായത് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗറിൽ എന്താ പറയുക, ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ലേബറിനെയാണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇത് പോസിറ്റീവ്ലി സ്ലോപ്പിംഗ്, ഇതൊരു പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് കർവ് ആണ് നമുക്കറിയാം. ഷോസ് ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് റിസൾട്ടിംഗ് ഫ്രം ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് വൺ ഓഫ് ദ ഇൻപുട്ട് യൂസ് ഗിവൻ ദ വാല്യൂ ഓഫ് ദ അതർ ഇൻപുട്ട്. അതായത് എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ഇൻപുട്ടിന് മാറ്റം വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ടിൻ്റെ മാറ്റമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലേബർ മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിന് ഉണ്ടാകുന്ന ആ ഒരു മാറ്റമാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലേബർ മാറുന്നുണ്ട്, ലേബർ ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ലേബർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരു വേരിയബിൾ ഫാക്ടറാണ്. എന്താണ് വേരിയബിൾ ഫാക്ടർ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീവേഡാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് ക്യാപിറ്റൽ ഈസ് അസ്യൂംഡ് ആസ് എ കോൺസ്റ്റന്റ് ആസ് ലേബർ ഇൻക്രീസസ് ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റലിന് കോൺസ്റ്റന്റ് ആക്കി നമ്മൾ വെറുതെ ഒന്ന് വിചാരിക്കുക. അപ്പോൾ ലേബർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഔട്ട്പുട്ട് കൂടും. ഇനി ലേബറിനെ കോൺസ്റ്റന്റ് ആക്കി, അതായത് ഇവിടെ പറയുന്നത് ഇഫ് ക്യാപിറ്റൽ ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, കൂടും. അതായത് ക്യാപിറ്റൽ ലേബർ, സിമ്പിളാണ് അവർ പറയുന്നത്. അതായത് ഏതെങ്കിലും ഒന്നിനെ കോൺസ്റ്റന്റ് ആയി വെക്കുക, അല്ലെങ്കിൽ ഇൻപുട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഔട്ട്പുട്ടിന് ഉണ്ടാകുന്ന മാറ്റം അത് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇത് കൂടുന്നു. അത്രയേ ഉള്ളൂ. അതായത് പ്രൊഡക്ഷൻ്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് കൂടുന്നു. അത് നമുക്കിപ്പോൾ അത് ബേസിക് ആണ്, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ചെരിവ് അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ വേരിയബിൾ ഫാക്ടറാണ്. അതിൻ്റെ വേരിയബിൾ ഫാക്ടറിൻ്റെ നാമമാത്രമായതാണ്. അതായത് ഇപ്പോൾ ഞാൻ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എടുക്കുന്നു, ഗ്രാഫ് എടുക്കുന്നു, അതിന് നിങ്ങൾ സ്ലോപ്പ് കാണുന്നു. ഈ സ്ലോപ്പിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എന്താണ് വേരിയബിൾ ഫാക്ടർ? ഞാൻ പറഞ്ഞു ലേബറാണ് വേരിയബിൾ ഫാക്ടർ, ലേബറാണ് ഇവിടെ മാറുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, വേരിയബിൾ ഫാക്ടർ. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ വേരിയബിൾ ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ ലേബറാണ് വേരിയബിൾ ഫാക്ടർ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദിസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദ സ്ലോപ്പ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ വേരിയബിൾ ഫാക്ടർ. ഏതാണോ വേരിയബിൾ ഫാക്ടർ അതാണ് എന്ത്, അതിൻ്റെ മാർജിനൽ പ്രൊഡക്റ്റ് ആണ് എന്ത്, ആ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ലേബർ ഇസ് ദ വേരിയബിൾ ഫാക്ടർ, ദ സ്ലോപ്പ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇഫ് ക്യാപിറ്റൽ ഈസ് ദ വേരിയബിൾ ഫാക്ടർ ആണെങ്കിലോ എന്ത് സംഭവിക്കും, ദ സ്ലോപ്പ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഏതാണോ വേരിയബിൾ ഫാക്ടർ അതായിരിക്കും ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ എന്താണ്, ഏതാണ് വേരിയബിൾ പ്രൊഡക്റ്റ് അതിൻ്റെ സ്ലോപ്പ് ആയിരിക്കും എന്നതിൻ്റെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് വേരിയബിൾ ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ ഗ്രാഫിക്കലി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതിനെ മാത്തമാറ്റിക്കലി ഈ പറഞ്ഞ സംഭവം എങ്ങനെ എഴുതിയെടുക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ മാർജിനൽ പ്രൊഡക്റ്റ് എഴുതാം, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അതിന് നമ്മളിവിടെ പറയുന്നത് എന്താണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഈ ഒരു സൈൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ലേബർ. അതാണ് MPL ഇസ് ഈക്വൽ ടു ഡെൽറ്റ Q ബൈ ഡെൽറ്റ L. സോറി ഗൈസ്, ഡെൽറ്റ അല്ല, എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ MPL ഇസ് ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് Q ബൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ലേബർ. അതാണ് ഇവിടെ എന്തിരിക്കുന്നത്, ഈ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഇനി ക്യാപിറ്റലാണ് വേരിയബിൾ ഫാക്ടർ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ ക്യാപിറ്റൽ. അതിന് ഇവർ മാത്തമാറ്റിക്കലി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, MPK ഇസ് ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതാണ് ഇത് Q എഴുതി വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ മാർജിനൽ പ്രൊഡക്റ്റ് വഴി അതിനെ എഴുതാമെന്ന് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ ഗ്രാഫ് പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻസും പഠിച്ചു. ഓക്കെ.